ഹലോ, എല്ലാവർക്കും PSC അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് 6ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 1ാമത്തെ ചാപ്റ്റർ ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറയുന്ന ചാപ്റ്ററായിരുന്നു. അതിൻ്റെ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി പാർട്ട് 2 ആണ് പറയാൻ പോകുന്നത്. പാർട്ട് 2-ൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വിറ്റാമിനുകളിൽ നിന്നാണ്. നോക്കൂ, വിറ്റാമിനുകൾ വിറ്റാമിൻ എ, ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ, അങ്ങനെ വിവിധ തരത്തിലുള്ള വിറ്റാമിനുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ടേബിളിൽ ഓരോ വിറ്റാമിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. SCERT-യിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണിത്. കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് ഈ പ്രാധാന്യം നൽകുന്ന കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഏത് വിറ്റാമിനാണ്? വിറ്റാമിൻ എ ആണ്. തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ബി ആണ്. ഏതൊക്കെയാണ്? തലച്ചോറ്, നാഡികൾ, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വൈറ്റമിൻ ബി ആണ്. ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് വേണ്ടതാണ് വിറ്റാമിൻ ബി. വിറ്റാമിൻ സി പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്? പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. പല്ല്, മോണ, രക്തക്കുഴലുകൾ ഓർത്തിരിക്കുക. പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏതാണ് ആവശ്യമായ വിറ്റാമിൻ? വിറ്റാമിൻ സി. ഇനി അടുത്തത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനെന്ന് പറയുമ്പോൾ ഏതാണത്? വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന്. വിറ്റാമിൻ ഇ എന്തിനാണ്? നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിനാണ് വിറ്റാമിൻ ഇ ആവശ്യമായിട്ട് വരുന്നത്. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിനാണ് വിറ്റാമിൻ ഇ വേണ്ടത്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിനാണ് വിറ്റാമിൻ കെ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിനാണ് വിറ്റാമിൻ കെ. ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ഏതെല്ലാം? ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതാണ്. ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഏതെല്ലാമാണ്? ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകളാണ് വിറ്റാമിൻ എ, വിറ്റാമിൻ ബി. വിറ്റാമിൻ എയും വിറ്റാമിൻ ബിയുമാണ് ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യം. വിറ്റാമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും? വിറ്റാമിൻ ഡി ശരിയായ രീതിയിൽ ലഭിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡി എന്തിനാണ്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനാണ്, അല്ലേ? അപ്പോൾ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് എന്തൊക്കെയാണ്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം ഉണ്ടാവുകയില്ല. അതായത് അതിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് എന്ത്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. എല്ലുകൾ ദുർബലമാവുക, മൃദുവാകുക, പെട്ടെന്ന് ഒടിഞ്ഞു പോവുക, ഇതെല്ലാം എന്തിൻ്റെ ലക്ഷണങ്ങളാണ്? കണ, റിക്കറ്റ്സ്, വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. വിറ്റാമിൻ ഡി എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമുക്കറിയാം. എവിടെ നിന്നാണ്? സൂര്യപ്രകാശത്തിൽ നിന്നാണ്. പക്ഷേ മുഴുവനായും സൂര്യപ്രകാശത്തിൽ നിന്നല്ല, ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും വിറ്റാമിൻ ഡി നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്തത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് തന്നിരിക്കുന്നുണ്ട്. വൈറ്റമിൻ ഡിയും ബി കോംപ്ലക്സും. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിനാണിത്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമാവുക, മൃദുവാവുക, അങ്ങനെയുള്ള അവസ്ഥയാണ് കണ, റിക്കറ്റ്സ്. വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. അതാണ് വൈറ്റമിൻ ഡിയെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്? സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നു, ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നു, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ എല്ലുകൾ ദുർബലമാവുക, മൃദുവാവുക എന്നുള്ള രോഗാവസ്ഥകളിലേക്ക് പോയാൽ അതെന്തിൻ്റെ ലക്ഷണങ്ങളാണ്? റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്, കണ. വൈറ്റമിൻ ഡി ലഭിക്കുന്നതിന് സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. ഇനി അടുത്തത് വിറ്റാമിൻ ബിയെ കുറിച്ചാണ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ്.
8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണിത്. എത്രയാണ്? 8 തരം ബി വിറ്റാമിനുകൾ ചേരുന്നതിനെ മുഴുവനായിട്ടാണ് ബി കോംപ്ലക്സ് എന്നവർ പറയുന്നത്. 8 തരം വിറ്റാമിനുകൾ. ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്കുവഹിക്കുന്നു. കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ്. എന്തിനൊക്കെയാണ്? കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ചയ്ക്ക് ബി കോംപ്ലക്സ് വേണം. കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം, ഇതിനെല്ലാം എന്താവശ്യമുണ്ട്? ബി കോംപ്ലക്സ് ആവശ്യമാണ്. ഇനി ഒരു ടേബിൾ നോക്കിക്കേ. വിറ്റാമിനുകൾ ഭക്ഷ്യവസ്തുക്കളും. വിറ്റാമിൻ എ ലഭിക്കുന്നതിന് ആവശ്യമായ നമ്മൾ കഴിക്കേണ്ട ഭക്ഷ്യവസ്തുക്കൾ എന്തെല്ലാമാണെന്നാണ് പറയുന്നത്. മത്സ്യം, ക്യാരറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഏതെല്ലാമാണ്? വിറ്റാമിൻ എ മത്സ്യം, ക്യാരറ്റ്, ചീര, പയറില, ചേമ്പില, മുരിങ്ങയില, പിന്നെ എന്താണ്? പാലുൽപ്പന്നങ്ങളെല്ലാം, കരൾ മുട്ട, ഇതെല്ലാം വിറ്റാമിൻ എ ലഭിക്കുന്നതിന് കഴിക്കേണ്ട ഭക്ഷണങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ കേട്ടോ. SCERT നോട്ട്സ് എഴുതുന്നവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. വിറ്റാമിൻ എയ്ക്ക് മത്സ്യം, ക്യാരറ്റ്, പിന്നെ ഏതാണ്? ചീര, പയറില, ചേമ്പില, മുരിങ്ങയില, പാലുൽപ്പന്നങ്ങൾ, കരൾ, മുട്ട. ഇത് ഞാൻ ഒരു ടേബിൾ ഞാൻ തരാം. നോക്കൂ. വിറ്റാമിൻ എ മത്സ്യം, ക്യാരറ്റ്, ചീര, പയറില, ചേമ്പില, മുരിങ്ങയില, പാലുൽപ്പന്നങ്ങൾ, കരൾ, മുട്ട, ഇതെല്ലാം വിറ്റാമിൻ എ നമുക്ക് നൽകുന്ന ഭക്ഷ്യവസ്തുക്കളാണ്. വിറ്റാമിൻ ബിക്ക് ആവശ്യമായത് ഏതൊക്കെയാണ്? മട്ടയരി, ചീര, പിന്നെ ഏതാണ്? മുട്ട, പാൽ, ചേമ്പില, മത്സ്യം. വിറ്റാമിൻ സി നെല്ലിക്ക, നാരങ്ങ, പഴങ്ങൾ, പപ്പായ, മുരിങ്ങയില, ചക്ക. വിറ്റാമിൻ സി. വിറ്റാമിൻ ഡി മത്സ്യം, മുട്ട, പാലുൽപ്പന്നങ്ങൾ, വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഇ നിലക്കടല, ബദാം, സസ്യ എണ്ണകൾ, മുട്ട, പാല്, നെയ്യ്, വിറ്റാമിൻ ഇ ആണ്. വിറ്റാമിൻ കെ ക്യാബേജ്, കോളിഫ്ലവർ, ചീര, പാല്, മുട്ട. ചീര, പാല്, മുട്ട, ഇവ വിറ്റാമിൻ കെ നൽകുന്ന ഭക്ഷ്യവസ്തുക്കളാണ്. അപ്പോൾ ഈ ടേബിള് നോട്ട് ചെയ്ത് വെക്കുന്നവർക്ക് നോട്ട് ചെയ്ത് വെക്കാം, പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നോക്കി വെക്കേണ്ടത് ഈ നിലക്കടല, ബദാം, സസ്യ എണ്ണകളൊക്കെ വിറ്റാമിൻ എ നൽകുന്നു. വിറ്റാമിൻ ബിക്ക് മട്ടയരി വിറ്റാമിൻ ബി എന്നോർത്തിരിക്കുക. കരളിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ എ ആണെന്ന് ഓർത്തിരിക്കുക. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളാണ്. അടുത്തൊരു പാരഗ്രാഫ് നോക്കിക്കേ. വിറ്റാമിൻ ബി, സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ. കൊഴുപ്പിൻ്റെ അഭാവത്തിൽ ഈ വിറ്റാമിനുകൾ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയില്ല. ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യമാണ്. അതായത് വിറ്റാമിൻ ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. ബിയും സിയും വെള്ളത്തിൽ ലയിക്കും. കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പിലാണ് ലയിക്കുന്നത്, അല്ലേ? കൊഴുപ്പിലാണ് ലയിക്കുന്നത്. അതായത് കൊഴുപ്പ് ശരീരത്തിൽ ഇല്ല എങ്കിൽ ഈ വിറ്റാമിനുകളൊക്കെ നമ്മുടെ ശരീരം ആഗിരണം ചെയ്യുമോ? ഇല്ല. കാരണം കൊഴുപ്പിൽ മാത്രമാണ് എയും ഡിയും ഇയും കെയും വിറ്റാമിനുകൾ ലയിക്കുകയുള്ളൂ. അപ്പോൾ കൊഴുപ്പിൻ്റെ പ്രാധാന്യവും നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണ്. ഇനി പറയുന്നത് ഭക്ഷണത്തിലെ ധാതുക്കൾ, മിനറൽസ് ഇൻ ഫുഡ്. നോക്കൂ, പ്രധാന ധാതുക്കൾ ഏതെല്ലാമാണ്? അയൺ, കാൽസ്യം, അയഡിൻ. പ്രധാന ധാതുക്കൾ ഏതെല്ലാമാണ്? അയൺ, കാൽസ്യം, അയഡിൻ. അതിനാവശ്യമായ ആഹാരങ്ങൾ ഏതൊക്കെയാണ്? ഇലക്കറികളിൽ നിന്ന്, ശർക്കരയിൽ നിന്ന്, മത്സ്യത്തിൽ നിന്ന്, കരളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അയണാണ്. ശർക്കര ഓർത്തിരിക്കുക. ഇലക്കറികൾ, മത്സ്യം, കരൾ, ശർക്കര, അതിൽ നിന്നെല്ലാം ലഭിക്കുന്നത് എന്താണ്? അയണാണ്. അതിൻ്റെ പ്രാധാന്യം എന്താണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ധാതു ഏതാണ്? അയണാണ്, ഇരുമ്പാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഇരുമ്പിൻ്റെ അതായത് അയണിൻ്റെ കുറവ്, ഡെഫിഷ്യൻസി മൂലമാണ് നമുക്ക് ബ്ലഡ് കുറയുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതെന്താണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ അയണാണ്. അതുകൊണ്ടാണ് ബ്ലഡിൻ്റെ കൗണ്ട് കുറയുന്നത്.
ഇനി അടുത്തത് നോക്കിയേ, കാൽസ്യം. കാൽസ്യം ലഭിക്കാൻ നമുക്കറിയാം മുട്ട, പാല്, മത്സ്യം, ഇലക്കറികൾ കഴിക്കുക. എന്തിനാണ് കാൽസ്യം നമ്മുടെ പ്രാധാന്യം എന്താണ്? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്നതാണ് ധാതുവാണ് കാൽസ്യം എന്ന് പറയുന്നത്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതുമായ ധാതുവാണ് കാൽസ്യം. അടുത്തതാണ് അയഡിൻ. അയഡിൻ എന്ന് പറയുന്നത് ഏത് ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്നു? കടൽ വിഭവങ്ങളിൽ നിന്ന്. എന്തിനാണത്? എന്താണ് അതിൻ്റെ പ്രാധാന്യം? തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ധാതു ഏതാണ്? അയഡിനാണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ധാതു അയഡിനാണ്. അത് ലഭിക്കുന്ന ആഹാരം ഏതിൽ നിന്നാണ്? കടൽ വിഭവങ്ങളിൽ നിന്നാണ്. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏതാണ്? നമ്മൾ പഠിച്ചു രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതുവാണ്. ഒന്ന് ഓർത്ത് പറഞ്ഞു നോക്കിക്കേ, അയൺ അല്ലെങ്കിൽ ഇരുമ്പ്. ഇത് ലഭിക്കാൻ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ് ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തൊക്കെയാണ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു, ശർക്കര. പിന്നെ എന്താണ്? ഇലക്കറികൾ, മത്സ്യം, കരള് എന്നിവയാണ്. അടുത്തത്, കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ഏത് ധാതു ലഭിക്കാനാണ് നമ്മൾ കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടത്? അയഡിൻ എന്ന ധാതു ലഭിക്കുന്നതിന് വേണ്ടിയാണ്. മുട്ട, പാൽ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മുട്ട, പാല്, ഇലക്കറികളൊക്കെ എന്ത് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ കഴിക്കേണ്ടതെന്ന് പഠിച്ചത്? കാൽസ്യം ലഭിക്കാൻ വേണ്ടിയാണ്. കാൽസ്യം എന്തിനു വേണ്ടിയാണ്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വേണ്ടി. പിന്നെ രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ധാതുവാണ് കാൽസ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി അധിക വായനയ്ക്കെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നോക്കിയേ. എന്താണ് ഹീമോഗ്ലോബിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ. അപ്പോൾ എന്താണ്? ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? ഹീമോഗ്ലോബിനാണ്. എന്താണ് ഹീമോഗ്ലോബിൻ്റെ ധർമ്മങ്ങൾ? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. ഒരു ധർമ്മമാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. വേറൊരു ധർമ്മം എന്താണ്? രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് തിരിച്ചു പോകുന്നു, അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നു. ഇത് ധർമ്മം ചെയ്യുന്നത് ആരാണ്? ഹീമോഗ്ലോബിനാണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ, രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറഞ്ഞാലുള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? അനീമിയ. അടുത്തത് അപര്യാപ്തത രോഗങ്ങൾ, ഡെഫിഷ്യൻസി ഡിസീസസ്. എന്തൊക്കെയാണ് ഡെഫിഷ്യൻസി ഡിസീസസ് ആണുള്ളത്? വിറ്റാമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ എങ്കിൽ, അതായത് ഡെഫിഷ്യൻസി ലഭ്യമായില്ലെങ്കിൽ, ആവശ്യത്തിന് ലഭ്യമായില്ലെങ്കിൽ എന്തെല്ലാം അപര്യാപ്തത രോഗങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. വിറ്റാമിൻ എ മൂലമുണ്ടാകുന്ന രോഗം, വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന രോഗം എന്താണ്? നിശാന്തത. എന്താണ് നിശാന്തത എന്ന് അടിയിൽ കൊടുത്തിട്ടുണ്ടോ? ഒന്ന് നോക്കിക്കേ. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവ്. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറുമില്ല. പക്ഷേ ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അവർക്ക് എന്തുണ്ടാകും? കാഴ്ചക്കുറവുണ്ടാകും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ രാത്രിയിൽ നല്ല വെളിച്ചം ഉണ്ടെങ്കിലും കാഴ്ച ഉണ്ടാകും. വെളിച്ചക്കുറവും പിന്നെ ഈ ഇരുട്ടിലുമാണ് കാഴ്ചക്കുറവുണ്ടാകുന്നത്. ആ രോഗമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഇനി വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാകുന്നത് എന്താണ്? ഗ്ലോസിറ്റിസ്, നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയും. അതാണ് ഗ്ലോസിറ്റിസ്, വായ്പുണ്ണ്. വിറ്റാമിൻ ബി കോംപ്ലക്സിൻ്റെ ഗുളിക കഴിക്കും ഈ വായ്പുണ്ണുള്ളവർ. അപ്പോൾ അതെന്താണ് വായ്പുണ്ണ് എന്ന് പറയുന്നത്? വായ്പുണ്ണ്, നാക്കിലെ അല്ലെങ്കിൽ നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയും. അതെന്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന? വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഗ്ലോസിറ്റിസ്. എന്താണ്? ഗ്ലോസിറ്റിസ്. അതൊരു പുതിയ വേർഡാണ്, മുമ്പ് SCERTയിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കണം, ഗ്ലോസിറ്റിസ്. ചിലപ്പോൾ നമ്മുടെ അടുത്തൊരു എക്സാമിന് എന്തായാലും ഇതൊരു PYQ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം.
PYQ അല്ല, നമുക്കൊരു എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ് ഗ്ലോസിറ്റിസ്. ഇനി ഇതിന് മുമ്പ് വന്നോന്ന് എനിക്കറിയത്തില്ല. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഗ്ലോസിറ്റിസ്. ഗ്ലോസിറ്റിസ് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ വീക്കവും നാവിലെ തൊലി ഇളകിപ്പോകുന്ന ഒരവസ്ഥയുമാണ്. പിന്നെ വായ്പുണ്ണ്. ഇനി വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് മോണയിൽ നിന്നുള്ള രക്തസ്രാവം. അതിന് പറയുന്ന പേരാണ് സ്കർവി. സ്കർവിക്ക് കാരണം വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസിയാണ്. വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. സ്കർവി എന്ന് പറഞ്ഞാൽ എന്താണ്? മോണയിൽ നിന്നുള്ള രക്തസ്രാവമാണ്. വിറ്റാമിൻ ഡി നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ വായിച്ചായിരുന്നു. കണ, റിക്കറ്റ്സ്. വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്? സ്കർവി സി, വിറ്റാമിൻ സിയുടെ അഭാവം മൂലമാണ്. നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും വായ്പുണ്ണ് വന്നാൽ അവരുടെ ഭക്ഷണത്തിൽ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്താൻ നിങ്ങൾ നിർദ്ദേശിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കളാണ് വിറ്റാമിൻ ബിയുടെ കുറവ്, അതായത് ഈ വായ്പുണ്ണൊക്കെ വന്നാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏത് ഭക്ഷ്യവസ്തുക്കളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആദ്യം നമ്മളൊരു ബോക്സിൽ പഠിച്ചായിരുന്നു. എന്തൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു? മട്ടയരി, ചീര, മുട്ട, പാല്, ചേമ്പില, മത്സ്യം. എന്തൊക്കെയാണ്? മട്ടയരി, ചീര, മുട്ട, പാല്, ചേമ്പില, മത്സ്യം. ഇതെല്ലാം ഈ വായ്പുണ്ണ് വരുന്നവർക്ക്, അതായത് വൈറ്റമിൻ ബി ഉണ്ടാകാനുള്ള ഭക്ഷണ വസ്തുക്കളാണ്. ഏത് വിറ്റാമിൻ്റെ കുറവാണ് നിശാന്തതയ്ക്ക് കാരണം? വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തതയുണ്ടാവുന്നത്, നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് കണയുണ്ടാവുന്നത്? റിക്കറ്റ്സ്. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമാണ് കണ അഥവാ റിക്കറ്റ്സ് ഉണ്ടാകുന്നത്. അടുത്തത് ധാതുക്കളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങളാണ്. നമ്മൾ വിറ്റാമിൻ്റെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ധാതുക്കളുടെ കുറവ് മൂലവും എന്തുണ്ടാകും? അപര്യാപ്തത രോഗങ്ങൾ ഉണ്ടാകും. അതിൽ 3 കൊടുത്തിട്ടുണ്ട്. അയൺ ധാതുവിൻ്റെ കുറവ് മൂലം നമുക്കുണ്ടാകുന്ന രോഗമാണ് എന്ത്? അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പോഴുണ്ടാകുന്ന രോഗമാണ് അനീമിയ എന്ന് പറഞ്ഞു. ഹീമോഗ്ലോബിൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ശരീരത്തിൽ അയൺ വേണം. അപ്പോൾ അയണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. അടുത്തത് നോക്കി, അയഡിൻ കടൽ വിഭവങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അയഡിൻ, അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്നത് തൈറോയിഡ് ഗ്രന്ഥിക്കാണ് പ്രശ്നം വരുന്നതെന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അതായത് ഗോയിറ്ററാണ്. അപ്പോൾ അതിൻ്റെ അപര്യാപ്തത രോഗം എന്താണ്? ഗോയിറ്ററാണ്. അയഡിൻ്റെ ധാതു എന്ന് പറയുന്ന അയഡിൻ ധാതുവിൻ്റെ അഭാവം മൂലമുണ്ടാകുന്നത് ഗോയിറ്റർ. കാൽസ്യം എന്ന ധാതുവിൻ്റെ അഭാവം മൂലം എന്താണ്? ഓസ്റ്റിയോപെറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസ്റ്റിയോപെറോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്ഥികളുടെ ഒടിഞ്ഞു പോകുന്നത്, പെട്ടെന്ന് മൃദുവായിട്ട് ഒടിയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓസ്റ്റിയോപെറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ടാകുന്നത് ഏതിൻ്റെ അഭാവം മൂലമാണ്? കാൽസ്യം എന്ന ധാതുവിൻ്റെ അഭാവം മൂലമാണ് ഓസ്റ്റിയോപെറോസിസ് ഉണ്ടാകുന്നത്. അപ്പോൾ അയണിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏത്? ക്വസ്റ്റ്യൻസ് നോക്കിയേ. അയണിൻ്റെ അഭാവം മൂലം അനീമിയ. ഗോയിറ്റർ രോഗം ഉണ്ടാകാതിരിക്കാൻ നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാരവസ്തുക്കൾ ഏതൊക്കെയാണ്? കടൽ വിഭവങ്ങൾ. കാരണം അയഡിൻ ലഭിക്കുന്നത് കടൽ വിഭവങ്ങളിൽ നിന്നാണ്. ഓസ്റ്റിയോപെറോസിസ് ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ തരം ഭക്ഷ്യവസ്തുക്കളാണ് നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തേണ്ടത്? എന്തൊക്കെയാ കാൽസ്യം ലഭിക്കുന്നതിന്? മുട്ട, പാല്, മത്സ്യം. ഇതെല്ലാം എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കണം? ഈ കാൽസ്യം ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഭക്ഷണവസ്തുക്കളാണ്. എന്തിനാണ് സ്കൂളിൽ അയൺ ഗുളിക വിതരണം ചെയ്യുന്നത്? എന്തിനാണ്? അയണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാതിരിക്കാനാണ്. കുട്ടികളിൽ വിളർച്ച, അനീമിയ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അയൺ ഗുളിക നൽകുന്നത്. എന്താണ് ഓസ്റ്റിയോപെറോസിസ് എന്നും പറഞ്ഞിട്ടുണ്ട്, ഗോയിറ്റർ എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓസ്റ്റിയോപെറോസിസ് അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപെറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. എന്താണ്? അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്ന ഏത് ധാതുവിൻ്റെയാണ്? അസ്ഥികളിൽ കാൽസ്യം എന്ന ധാതുവിൻ്റെ സാന്ദ്രത കുറയുന്നത് മൂലമായിരിക്കും എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമായി അതിന് പൊട്ടലും ബലക്ഷയവും ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്ത്? ഓസ്റ്റിയോപെറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം എന്ന് പറയുന്നത്. എന്താണ് ഗോയിറ്റർ? നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയിഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ, തൊണ്ടമുഴ. തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് അയഡിൻ ആവശ്യമാണ്.
അപ്പോൾ ഏത് ധാതുവിൻ്റെ അഭാവം മൂലമാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത്? അയഡിൻ എന്ന ധാതുവിൻ്റെ അഭാവം മൂലമാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത്. എന്താണ് ഗോയിറ്റർ? നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയിഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥ, അപ്പോഴാണ് എന്ത് സിമ്പിൾ ഗോയിറ്റർ അല്ലെങ്കിൽ തൊണ്ടമുഴ ഉണ്ടാകുന്നത്. അടുത്തതാണ് പോഷകേതര ഘടകങ്ങൾ. അതായത് ഇപ്പോൾ കുറേ പോഷക ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കുറച്ച് പോഷക ഇതര ഘടകങ്ങളും ആവശ്യമാണ്. അതെന്തെല്ലാമാണെന്ന് നോക്കാം. വാഴപ്പിണ്ടി നോക്കൂ. വാഴപ്പിണ്ടിയിലെ നാരുകൾ നിരീക്ഷിക്കൂ. നാരുകളുള്ള മറ്റേതെല്ലാം ഭക്ഷണ സാധനങ്ങൾ അറിയാം? വാഴപ്പിണ്ടി പോലെ തന്നെ വാഴയുടെ നമ്മുടെ കൊടപ്പൻ, വാഴയുടെ പൂവുണ്ടല്ലോ, അതൊക്കെ എന്താണ്? നാരുകൾ കൂടുതലുള്ള ഭക്ഷണങ്ങളാണ് അല്ലേ? അപ്പോൾ നോക്കാം നാരുകൾ എന്താണെന്ന്. ഫൈബർ, സസ്യ ആഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസാണ് നാരുകൾ. നാരുകൾ പോഷക ഘടകമല്ല എങ്കിലും ദഹനം, വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ്. തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ എന്താണ് നാരുകൾ എന്ന് പറഞ്ഞാൽ? സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നത്, ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസാണ് നാരുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഇത് പോഷക ഘടകം അല്ല എങ്കിലും ദഹനത്തിനും ഭക്ഷണ വസ്തുക്കളുടെ അതായത് വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളുന്നതിനും എന്താവശ്യമാണ്? നാരുകൾ ആവശ്യമാണ്. എന്തിലൊക്കെ നാരുകളുണ്ട്? തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു. 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം മാമ്പഴം വെച്ചിരിക്കുന്നു, ഒരെണ്ണം മാമ്പഴ ജ്യൂസ് വെച്ചിരിക്കുന്നു. ഏതിലായിരിക്കും നാരുകൾ കൂടുതലുണ്ടാവുക? മാമ്പഴ ജ്യൂസിലായിരിക്കും. അരിച്ചു വെച്ച മാമ്പഴ ജ്യൂസാണത്. അപ്പോൾ ഏതിലാണ് നാരുകളുള്ളത്? മാമ്പഴത്തിലാണ് അല്ലേ? മാമ്പഴം ജ്യൂസിൽ നിന്ന് ആ നാരുകളൊക്കെ അരിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാമ്പഴം, ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ ജ്യൂസ് രൂപത്തിലാക്കാതെ എങ്ങനെ കഴിക്കണം? ഫ്രഷായിട്ട് ആ ജ്യൂസ് ആക്കാത്ത വിധത്തിൽ എന്ത് ചെയ്യണം? പഴവർഗ്ഗങ്ങൾ നമ്മൾ കഴിക്കണം. എങ്കിലാണ് നമ്മുടെ ശരീരത്തിൽ നാരുകൾ ചെല്ലുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ജലത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ ഏതാണ്ട് 70% ജലമാണ്. എത്ര ശതമാനമാണ്? 70% ജലമാണ്. നമ്മുടെ ശരീരത്തിൽ 70% ജലമാണ്. ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങി വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ ശരീരത്തിൽ നിന്ന് ജലനഷ്ടമുണ്ടാകുന്നുണ്ട്. അതിനാൽ ധാരാളം ശുദ്ധജലം കുടിക്കണം. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കേണ്ടതുണ്ട്. തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളിൽ ധാരാളം ജലം അടങ്ങിയിരിക്കുന്നു. ഇവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ജലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 70% എന്താണ്? നമ്മുടെ ശരീരത്തിൽ ജലമാണ്. എന്താണ്? പല പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്കെല്ലാം ജലം വേണം. അതുപോലെ തന്നെ എന്താണ്? ശരീരത്തിൽ മൂത്രം, വിയർപ്പ് രൂപത്തിൽ ജലം നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. പിന്നെ ജലമടങ്ങിയ പച്ചക്കറികൾ, അതായത് തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ പോലെയുള്ള പച്ചക്കറികൾ കഴിക്കണമെന്നുമാണ് പറയുന്നത്. അടുത്ത പോയിന്റ് സമീകൃത ആഹാരം എന്താണെന്നാണ്. ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമമാണ് നാം ശീലിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഭക്ഷണക്രമത്തിനെയാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. എന്താണ്? ആരോഗ്യം നിലനിർത്താൻ ഒരു നിശ്ചിത അളവിൽ പ്രോട്ടീൻ ഉണ്ടാകണം, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പുണ്ടാകണം, വിറ്റാമിനുകൾ ഉണ്ടാകണം, ധാതുക്കൾ, ഇവയെല്ലാം ഒരേ ഒരു നിശ്ചിത അളവിൽ അടങ്ങിയ ഒരു ഭക്ഷണക്രമം നമ്മൾ ശീലമാക്കണം. ആ ഭക്ഷണക്രമത്തെയാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഒരു ഫുഡ് അല്ലെങ്കിൽ ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, പാല് അല്ലെങ്കിൽ തൈര് 300 ml ഉണ്ടാകണമെന്ന്. നമ്മുടെ ഭക്ഷണത്തിൽ എന്തുണ്ടാവണം? പാല് അല്ലെങ്കിൽ തൈര് 300 ml ഉണ്ടാകണം. അണ്ടിപ്പരിപ്പുകൾ, വിത്തുകൾ തുടങ്ങിയവ 30 ഗ്രാം ഉണ്ടാകണം. കൊഴുപ്പുകൾ 27 ഗ്രാം ഉണ്ടാകണം. ധാന്യങ്ങൾ 260 ഗ്രാം ഉണ്ടാകണം. പച്ചക്കറികൾ 400 ഗ്രാം ഉണ്ടാകണം. പഴങ്ങൾ 100 ഗ്രാം ഉണ്ടാകണം. പയറുവർഗ്ഗങ്ങൾ, മുട്ട, മത്സ്യം, മാംസം എന്നിവ 85 ഗ്രാമും ഉണ്ടാകണം. ഇതാണ് എന്തെന്ന് പറയുന്നത്? സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അതായത് ഒരു ഫുഡ് പ്ലേറ്റ്, ഒരു സമീകൃത ആഹാരം ആയ ഒരു ഫുഡ് പ്ലേറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ധാന്യങ്ങളെക്കാൾ കൂടുതൽ പഴങ്ങളും പച്ചക്കറികളുമാണ് നമ്മൾ കഴിക്കേണ്ടതെന്നാണ്.
ധാന്യങ്ങളെക്കാൾ കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം. എന്താണ് കലോറി എന്നാണ് അടുത്ത് പറയുന്നത്. ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി. ഭക്ഷണത്തിൽ ഊർജം എത്രമാത്രമുണ്ട് എന്ന അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജം ആവശ്യമാണ്. ശ്വസനത്തിനും രക്തചംക്രമണത്തിനും ഒക്കെ എന്താവശ്യമാണ്? ഊർജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി വരെ ഊർജം ആവശ്യമാണ്. അതായത് നല്ല ശാരീരികമായിട്ട് അധ്വാനിക്കുന്ന ഒരാൾക്ക് എത്ര വേണം? 1900 മുതൽ 2400 കലോറി വരെ ഊർജം ആവശ്യമാണ്. എന്നാൽ ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീക്കാണെങ്കിലോ 1600 മുതൽ 2000 കലോറി വരെ ഊർജം വേണം. ഒരു കുട്ടിക്കാണെങ്കിൽ അത് എത്രയാണ്? 1200 മുതൽ 1400 കലോറി വരെ ഊർജം ആവശ്യമാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു പുരുഷനാണെങ്കിൽ 1900 മുതൽ 2400 വരെ, ഒരു സ്ത്രീ ആണെങ്കിൽ 1600 മുതൽ 2000 വരെ, ഒരു കുട്ടിക്കാണെങ്കിൽ 1200 മുതൽ 1400 കലോറി ഊർജം ആവശ്യമാണ്. സ്കൂൾ ഉച്ചഭക്ഷണത്തിലൂടെ ഏകദേശം 750 കലോറി ഊർജ്ജമാണ് ലഭിക്കുന്നത്. എത്രയാണ്? 750. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂൾ ഉച്ചഭക്ഷണത്തിലൂടെ 750 കലോറി ഊർജ്ജമാണ് ലഭിക്കുന്നത്. നമ്മുടെ ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കതും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകാം. കാരണം ആ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഈ വിലയിരുത്താമെന്നുള്ള ഭാഗത്ത് നിന്ന് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ഇടുന്ന ഒരു ട്രെൻഡ് PSCക്ക് ഉണ്ട്. അപ്പോൾ നമുക്കതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. പോഷക ഘടകങ്ങളും അവ കൂടുതലായി അടങ്ങിയിരിക്കുന്ന ആഹാര വസ്തുക്കളും തന്നിരിക്കുന്നു. ഇവ ശരിയായ രീതിയിൽ വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോഷക ഘടകങ്ങൾ ഏതാണ്, അത് ലഭിക്കാൻ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട ഫുഡ് ഏതാണെന്ന് യോജിപ്പിക്കുക. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഏതിലേക്കാണ് യോജിപ്പിക്കേണ്ടത്? ഇലക്കറിയാണോ, പയറുവർഗ്ഗങ്ങളാണോ, ധാന്യങ്ങളാണോ, എണ്ണകളാണോ? കാർബ് എന്ന് പറയുമ്പോൾ അന്നജമൊക്കെ കിട്ടുന്നത്, അപ്പോൾ അത് ഏതിലേക്കാണ് വരയ്ക്കേണ്ടത്? ധാന്യങ്ങൾ. ഇനി അടുത്തത് ധാതുക്കൾ എന്ന് പറയുമ്പോൾ ഏതിലേക്കാണ്? ഇലക്കറിയാണോ, പയറുവർഗ്ഗങ്ങളാണോ, എണ്ണകളാണോ വരയ്ക്കേണ്ടത്? അപ്പോൾ ധാതുക്കൾ എന്ന് പറയുമ്പോൾ ഇലക്കറികളിലേക്കാണ് വരയ്ക്കേണ്ടത്. അടുത്തത് കൊഴുപ്പ് ഏതിലേക്കാണ് വരയ്ക്കേണ്ടത്? ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, എണ്ണകൾ. അപ്പോൾ ഏതിലേക്കാണ് വരയ്ക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എണ്ണയിലേക്കാണ് കൊഴുപ്പ് കിട്ടാൻ വരയ്ക്കേണ്ടത്. പ്രോട്ടീൻ ഏതിലേക്കാണ് യോജിപ്പിക്കേണ്ടത്? പ്രോട്ടീൻ കിട്ടാൻ നല്ല മുട്ടയൊക്കെ തിന്നണം അല്ലേ? പയറുവർഗ്ഗങ്ങൾ, മുട്ടയൊക്കെ ലഭിക്കുമ്പോൾ അത് പ്രോട്ടീനിലോട്ട് യോജിപ്പിക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അയഡിൻ അടങ്ങിയ ആഹാരം കഴിക്കാത്ത ഒരു വ്യക്തിക്ക് വരാവുന്ന ആരോഗ്യ പ്രശ്നം ഏതാണ്? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അയഡിൻ അടങ്ങിയത്. അപ്പോൾ അയഡിൻ്റെ അപര്യാപ്തത രോഗം ഏതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിശാന്തതയാണോ, കണയാണോ, വിളർച്ചയാണോ, ഗോയിറ്ററാണ് അല്ലേ? ഗോയിറ്ററാണ്. അപ്പോൾ നിശാന്തത ഉണ്ടാകുന്നത് ഏതിൻ്റെ അഭാവം മൂലമാണ്? വിറ്റാമിൻ എയുടെ അഭാവം മൂലം. കണയുണ്ടാകുന്നത് ഏതിൻ്റെ അഭാവം മൂലമാണ്? വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം. വിളർച്ച, അനീമിയ ഉണ്ടാകുന്നത് അയൺ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് വിളർച്ച. അപ്പോൾ ഗോയിറ്റർ, അയഡിൻ്റെ കുറവ് മൂലമാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത്. ഇനി നോക്കിക്കേ, നാരുകളെ ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയില്ല. പിന്നെ എന്തിനാണ് നാരുകളുള്ള ആഹാരം കഴിക്കണമെന്ന് പറയുന്നത്? അപ്പോൾ ദഹിക്കുന്നില്ലെങ്കിലും സുഗമമായ ദഹനത്തിനും ആരോഗ്യകരമായ ദഹന വ്യവസ്ഥയ്ക്കും എന്താവശ്യമാണ്? നാരുകൾ ആവശ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏത് പോഷക ഘടകമാണ് വേണ്ടത്? കാൽസ്യമാണ്. പല്ലിനും എല്ലിനും ഒക്കെ ആവശ്യമായത് ഏതാണ്? കാൽസ്യമാണ്. ഈ പോഷക ഘടകങ്ങൾ ഏതൊക്കെ ആഹാര വസ്തുക്കളിൽ നിന്നാണ് ലഭിക്കുന്നത്? ഏതൊക്കെയാണ് പല്ലിനും എല്ലിനും ആവശ്യമായ കാൽസ്യം കഴിക്കേണ്ട ഫുഡ് ഏതാണെന്ന് പറഞ്ഞ്? മുട്ട, പാല്, ഇലക്കറികൾ എന്നിവയാണ് നമ്മൾ കാൽസ്യം ലഭിക്കാൻ കഴിക്കേണ്ടത്. അപ്പോൾ ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. SCERT നോട്ട്സുകൾ എക്സ്ട്രാ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ളത് എഴുതിയെടുക്കുക, നോട്ട് ചെയ്ത് പഠിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു ചാപ്റ്ററുമായിട്ട് വരുന്നത് വരെ ബായ്.